എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വണ്ടി ഇന്ന് പെയിൻ്റ് അടിക്കുകയാണ്. ഞാനൊരു 100 ഗ്രാം പെയിൻറ്റ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു മാസമായി പെയിൻറ്റ് വാങ്ങിച്ചിട്ട്. അപ്പോൾ എവിടെയൊക്കെയാണ് പെയിൻറ്റ് അടിക്കേണ്ടത്? ഇവിടെ കുറച്ച് തുരുമ്പുണ്ടായിരുന്നു. വണ്ടിക്ക് എവിടെയും ഡെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. തുരുമ്പൊക്കെ ഒന്ന് കുത്തി ഇളക്കി എല്ലാം റെഡിയാക്കിയതാണ്. പ്ലാസ്റ്റിക്കാണ് മാസ്കിങ്ങിന് വേണ്ടി വെച്ചിരിക്കുന്നത്. ചെറിയൊരു പാച്ച് വർക്ക്. ഇവിടെ കുറച്ച് വീതി കുറവാണ്, പുറത്തിടാൻ പറ്റത്തില്ല. ഇവിടെ ഉച്ച കഴിഞ്ഞ് മഴ പെയ്യും. ചെറിയ വർക്കുകളൊക്കെ ഉള്ളൂ. നമ്മൾ ആദ്യം വിചാരിച്ച സ്പോട്ട് അടിച്ച് പോകാമെന്ന്. ഇനി ഞാനിത് മൊത്തം അങ്ങ് അടിക്കാൻ പോകും. എവിടെയൊക്കെ സ്പോട്ടുകൾ പെയിൻറ്റ് പോയതും ഡെൻറ്റായതും കുഞ്ഞു കുഴികളൊക്കെ ഉള്ളതൊക്കെ പേപ്പർ ഇട്ട് പിടിച്ച് ബോഡി ഫില്ലറിട്ട് അതിനുശേഷം പിന്നെ ഉരച്ച് NC പുട്ടിയിട്ട് പിന്നെ ഉരച്ച് എന്നും വൈകുന്നേരം അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറത്തൊക്കെ പണിയുള്ളൂ. എന്നും വൈകുന്നേരം കുറച്ച് സമയം. ലാസ്റ്റ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പ്രൈമറും അടിച്ചു. പ്രൈമർ ബ്രഷിനാണ് അടിച്ചത്. ബ്രഷിന് അടിച്ചിട്ട് ഒരു 400 600 പേപ്പറൊക്കെ ഇട്ട് സ്മൂത്താക്കി എടുത്താൽ മതി. റണ്ണിങ് ബോളിൽ ചെറിയൊരു ഡെൻ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ പുട്ടിയിട്ട് ലെവലാക്കി. ഇവിടെയൊക്കെ പരിക്കുകളുണ്ടായിരുന്നു. ഇവിടെ ലൈറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ പുട്ടിയടിച്ച് ലെവലാക്കി. ബമ്പറൊക്കെ ഫിറ്റ് ചെയ്തു. ബമ്പർ ഇല്ലെങ്കിൽ ഇതിൻ്റെ അലൈൻമെൻറ്റ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ബമ്പർ വെച്ചത്. ബമ്പർ മാസ്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾക്കിനി എവിടേക്കാണോ നമ്മൾ പുട്ടിയൊക്കെ ഇട്ട് പ്രൈമർ അടിച്ച് നിർത്തിയിരിക്കുന്നത് അവിടെ സ്പോട്ട് അടിച്ചു വിടാം. ചെറിയൊരു പെയിൻറ്റിങ് അറിയില്ല. നമുക്ക് ആദ്യത്തെ ഒരു സെറ്റപ്പ് അങ്ങനെ അടിച്ചങ്ങ് നോക്കാം. 100 ഗ്രാം പെയിൻറ്റ് ഇരിപ്പുള്ളൂ. ഇതാണ് നമ്മുടെ ഗണ്ണും സെറ്റപ്പൊക്കെ. 10 ലിറ്ററിൻ്റെ ടാങ്കുണ്ട്. $35 സെറ്റ് ചെയ്തിരിക്കുന്നത്. പതിനഞ്ച് മിനിറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ 10 മിനിറ്റ് റെസ്റ്റ് കൊടുക്കണം ഈ സാധനത്തിന്. ഹീറ്റാവും. നമുക്ക് ആദ്യം ഫില്ല് ചെയ്ത് നിറച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം. ഗണ്ണതാണേ 250 ml. ചെറുതാണ്, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനമാണ്. 100 ഇല്ല കേട്ടോ, 50 ഗ്രാം പെയിൻ്റാണ്. ഏറ്റവും മിനിമം ക്വാണ്ടിറ്റി 50 ഗ്രാമാണ്. ഞാനന്ന് 50 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അന്ന് ബ്രഷിനൊക്കെ അടിക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. ഞാനിപ്പോൾ ഒന്ന് വെയിറ്റ് നോക്കിയപ്പം 50 ഉള്ളൂ. കട്ടയൊന്നും ആയിട്ടില്ല. അവർ പറഞ്ഞ ഒരു 2-3 ആഴ്ച ഇരിക്കുമെന്നാണ് പറഞ്ഞത്. ഇതിപ്പം ഒരു മാസമായി. കുഴപ്പമില്ല. ഷാമ്പെയിൻ ഗോൾഡ്. അപ്പോൾ 1:1 ആണ് തിന്നർ. PU തിന്നറാണ് ഒഴിക്കേണ്ടത്. ഇത് 100ൻ്റെ ഡബ്ബിയാണ്. ഞാൻ 100ൻ്റെ ഡബ്ബിക്കകത്ത് വാങ്ങിച്ചാണ്. ഇതിനകത്ത് തന്നെ തിന്നർ ഒഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് അവരോട് പറഞ്ഞ്. അടിപൊളി. ഇനി നമുക്ക് PU തിന്നർ ഒഴിക്കാം. തിന്നറൊക്കെ കുറച്ച് അധികം വാങ്ങിച്ചു കേട്ടോ. 600 ml തിന്നർ വാങ്ങിച്ചു. ഒരു കുപ്പി ഉണ്ടായിരുന്നു തുറന്നത്, അതങ്ങനെ തന്നെ വാങ്ങിച്ചു. തിന്നർ മോശമായി പോകത്തില്ലല്ലോ. ഗണ്ണ ഇവിടെ കെട്ടിത്തൂക്കിയിട്ടേക്കാണ്. ഒരു ഫ്രെയിം പോലെ സംഭവം ഉണ്ടാക്കിയിട്ട് ഗണ്ണ അതിനകത്ത് വെച്ചേക്കാണ്. അരിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കളറുള്ള തുണി എടുക്കുമ്പം കഴുകി ഉണക്കി എടുക്കുക, അല്ലെങ്കിൽ ആ തുണിയുടെ കളറുണ്ടാവും. ഇനി നമുക്ക് അടിച്ച് നോക്കാം. കുറച്ച് മാത്രമേ തുറന്നിട്ടുള്ളൂ. അതേപോലെ തന്നെ ഫാൻ ഇവിടെ ഫുൾ ടൈറ്റാണ്. കുറച്ച് തുറക്കാം. പ്രഷർ 35 അല്ല, ഇപ്പോൾ 30 സെറ്റ് ചെയ്തേക്കുന്നത്. ആദ്യമായിട്ടാണ്
കളറ് മാറുന്നുണ്ടോ? നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, പെയിൻ്റ് അടിക്ക് ഉഷാറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി ക്ലിയർ കോട്ട് അടിക്കണമെന്ന് തോന്നുന്നു. നല്ല ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് തൊട്ടേ ഉള്ളൂ. ഇവിടെയൊക്കെ കളർ വ്യത്യാസം കണ്ടോ. നമ്മൾക്ക് ഇനി ഒരു കോട്ടും കൂടി, 1 or 2, സാധാരണ ഒരു 2-3 കോട്ടൊക്കെ അടിക്കാറുണ്ട്. ഇനി ഒരൊറ്റ അടിക്ക് ഒരു കോട്ടും കൂടി അടിച്ചാൽ മതി, സംഭവം ഓക്കെ ആവും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിനും കൊണ്ട് പെട്ടെന്നുള്ള പരിപാടിയൊന്നും നടക്കത്തൊന്നുമില്ല. ഉള്ള കാര്യം പറയാമല്ലോ, യൂട്യൂബ് കണ്ടിട്ട് ഞാനും നോക്കി ഇതൊക്കെ പരിപാടി ഒപ്പിച്ചതാണ്. ജസ്റ്റ് ഞാൻ പറയാം, ഈ ഒരു ഏരിയ, ഈ ഇതും ഈ ബമ്പറും വെച്ചോ, ഇത് നിങ്ങൾക്ക് മെല്ലെ സാവധാനം അടിച്ചെടുക്കാം. ആ സാധനം നല്ല ഓവർ ഹീറ്റ് ആകുന്നുണ്ട്. അതേപോലെ തന്നെ പ്രഷർ പെട്ടെന്ന് തന്നെ കുറയുന്നുണ്ട്. നമ്മുടെ 10 ലിറ്റർ ആണെങ്കിലും ഇതിനകത്തുനിന്ന് എയർ സപ്ലൈ അധികം വരുന്നില്ല. ചെറിയ ചെറിയ പരിപാടിക്കേ പറ്റത്തുള്ളൂ. ഒരു വണ്ടി ഒരു ദിവസം അടിച്ച് തീർക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഞാനിനി കുറച്ച് പെയിൻറ്റ് മേടിച്ചിട്ട് ഒരു പീസ് എത്രയാണോ, ഇത്രയും ഒരു മാസ്ക് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്, ഈ ഒരു പീസ് ക്ലിയർ ആയിട്ട് അങ്ങ് അടിക്കും. ഏകദേശം 1 മണിക്കൂറും കൊണ്ട് ജസ്റ്റ് നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, മെല്ലെ അങ്ങ് അടിച്ച് സംഭവം സെറ്റാക്കിയതിന് ശേഷം ഈ പീസും ഈ ബമ്പറും കൂടി സുഖമായിട്ട് അടിക്കാം. അല്ലാണ്ട് നിങ്ങൾക്ക് ഓടിച്ച് പെട്ടെന്നൊന്നും അടിക്കാൻ പറ്റത്തൊന്നുമില്ല. അതിന് പ്രഷറാകാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ നമ്മൾക്ക് 50 പെയിൻറ്റ് വാങ്ങിച്ച് ഒരു 50 പെയിൻറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ 2 സമയമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നായിട്ട് മിക്സ് ചെയ്ത് 2 പ്രാവശ്യമായിട്ട് ഒഴിക്കുക. അതായത് ഗണ്ണിൽ ഒരു 50 ml എടുത്തിട്ട് സാവധാനം അടിക്കുകയാണെങ്കിൽ ഓക്കെ പറ്റും. അല്ലാതെ ഈ സിസ്റ്റം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫ്രിഡ്ജിൻ്റെ ആണെങ്കിലും, ഫ്രിഡ്ജിൻ്റെ കംപ്രസർ ഉപയോഗിച്ച് ഈ മാതിരി പണി എടുക്കാറുണ്ട്. പക്ഷേ ഫ്രിഡ്ജിൻ്റെ കംപ്രസർ ആണെങ്കിലും അതിനും ഏകദേശം ഇത്രയും എയർ തന്നെ തള്ളത്തുള്ളൂ. ഈ നമ്മുടെ ഇൻഫ്ലേറ്റേഴ്സ് എന്നുള്ള അതേ ഈക്വൽ സപ്ലൈ തന്നെയായിരിക്കും നമ്മുടെ ഫ്രിഡ്ജിൻ്റെ കംപ്രസറിൽ നിന്ന് പോകുന്നത്. അത് ഞാൻ ഒരു പഴയത് വാങ്ങിക്കാൻ നോക്കുമ്പോൾ അതിന് 1000 രൂപ വേണം പോലും ഒരു ഫ്രിഡ്ജിൻ്റെ കംപ്രസറിന്. അതുകൊണ്ട് അത് വാങ്ങിച്ചില്ല. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം ഇതാണ്. അപ്പോൾ കംപ്രസർ എടുക്കുവാണെങ്കിൽ, പെയിൻ്റ് അടിക്കാനുള്ള കംപ്രസർ എടുക്കുവാണെങ്കിൽ, ഒരു 10 ലിറ്ററിൻ്റെ എടുക്കുവാണെങ്കിൽ നമ്മൾക്ക് നല്ല എയർ അതിനകത്തുനിന്ന് സപ്ലൈ കിട്ടും. നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് അതിനകത്തുനിന്ന് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഈ സാധനത്തിൻ്റെ പ്രശ്നം, നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് പ്രൊഡ്യൂസ് ആകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ പണി കുറച്ച് സ്ലോ ആകും. എന്തായാലും കുഴപ്പമില്ല, നല്ല ആദ്യത്തെ പരിപാടിയാണെങ്കിലും സംഭവമൊക്കെ കവറായിട്ടുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ പറ്റുന്ന പോലെയൊക്കെ അങ്ങ് അഴിച്ച് പിടിപ്പിച്ചു. ആദ്യം നല്ല സ്മൂത്ത് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു റഫ് പോലെയാണ്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പം അടുത്ത കോട്ടും ക്ലിയർ കോട്ടും അടിക്കുമ്പോൾ സംഭവം സെറ്റാവുമായിരിക്കാം. നമ്മൾ ആദ്യം സാൻഡ് ചെയ്ത് നിർത്തിയ സ്ഥലമൊക്കെ നല്ല സ്മൂത്താണ്. പെയിൻ്റ് അടിച്ച് കഴിഞ്ഞപ്പം കുറച്ച് റഫായ പോലെ. പെയിൻറ്റ് പഴകിയിട്ടാണോ അതോ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും സെറ്റപ്പ് എല്ലാ ഭാഗത്തും പുറകിലെല്ലാം ടച്ചപ്പ് അടിച്ചിട്ടുണ്ട്. എല്ലാം ഇടയ്ക്ക് മഴ പെയ്ത് അതായിരുന്നു പണി കിട്ടി. ഇവിടെയൊക്കെ ടച്ച് ചെയ്ത് റണ്ണിങ് ബോർഡൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ വലിയ പരിപാടിയൊന്നുമില്ല. ഈ പീസ് വേണമെങ്കിൽ ഈ പീസും ഈ ഒരു പീസും ഇതും ഒരു ദിവസം അടിക്കാം. അല്ല, ഇത്രയും മാസ്ക് ചെയ്ത വഴി ഈ ഒരു ഇത്രയും പോർഷൻ 50 പെയിൻറ്റും കൊണ്ട് 50 പെയിൻറ്റ് വേണ്ട ഇത്രയും അടിക്കാൻ, സുഖമായിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കാം. അപ്പോഴടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും കാണാം കേട്ടോ. ഈ പരിപാടി പെട്ടെന്ന് ചെറിയ പരിപാടിക്കേ പറ്റത്തുള്ളൂ. ഹെൽമെറ്റിനൊക്കെ പെയിൻ്റ് അടിക്കാം, ബൈക്കിൻ്റെ ടാങ്കിന് പെയിൻ്റ് അടിക്കാം. ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഈസി ആയിട്ട് പറ്റിയത് കൊണ്ട്. പക്ഷേ ഇത് മൊത്തമായിട്ട് അടിക്കാൻ പറ്റത്തില്ല എന്ന കാര്യം എല്ലാവരും ഓർക്കുക.